എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ചില പുരാതന ഹൈന്ദവ പ്രവചനങ്ങൾ വിശ്വസിച്ചാൽ നമ്മളിപ്പോൾ ഒരു യുഗത്തിന്റെ അവസാനത്തിലാണ് നിൽക്കുന്നത്. അതെ, കലികാലമെന്ന ഈ യുഗത്തിന്റെ അവസാനത്തെക്കുറിച്ചും ഒരു പുതിയ യുഗത്തിന്റെ പിറവിയെക്കുറിച്ചും പറയുന്ന കൽക്കിയുടെ പ്രവചനത്തെപ്പറ്റി നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. വിഷ്ണുപുരാണത്തിലെ ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങളുടെ ഒരു ഗൗരവം മനസ്സിലാകുമല്ലോ അല്ലേ? കലഹത്തിന്റെയും ഭിന്നതയുടെയും ഒരു യുഗം. ഇത് വേറെ എവിടെയുമല്ല, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കലിയുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കലഹവും ഭിന്നതയും നിറഞ്ഞ ഒരു കാലം. അപ്പോ ഹൈന്ദവ പ്രപഞ്ചശാസ്ത്രമനുസരിച്ച് കാലമെന്ന് പറയുന്നത് നേരെ പോകുന്ന ഒന്നല്ല, മറിച്ചൊരു ചക്രം പോലെയാണ്. 4 യുഗങ്ങളുണ്ട്. അതൊന്നിനു പുറകെ ഒന്നായി വരും, പിന്നെയും ആദ്യം തൊട്ട് തുടങ്ങും. നമ്മളിപ്പോൾ ആ ചക്രത്തിലെ അവസാനത്തെ ഏറ്റവും അധപ്പതിച്ച യുഗത്തിലാണ്. അതെ, കലിയുഗത്തിൽ. ഈ വിഷ്ണുപുരാണം പ്രവചിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ, അതായത് കലിയുഗത്തിൽ, സമ്പത്തും ഭക്തിയുമൊക്കെ ഇങ്ങനെ ദിവസം ചെല്ലുംതോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം ഈ ലോകം പൂർണ്ണമായും അധപതിച്ച ഒരവസ്ഥയിലെത്തും. വേദങ്ങളും നിയമങ്ങളുമെല്ലാം അപ്രസക്തമാകുന്ന ഒരു കാലം വരുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ ലോകം അധപതിക്കും എന്നൊക്കെ പറയുന്നു അല്ലേ? എന്തൊക്കെയാണ് ശരിക്കും ഈ കലിയുഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത്? നമുക്കതിലേക്കൊന്ന് നോക്കാം. ഒന്ന് കേട്ടുനോക്കൂ. സമൂഹത്തിന് എന്ത് സംഭവിക്കുമെന്ന്. സ്വത്തിന് മാത്രം വിലയുണ്ടാകും. പദവി കിട്ടാൻ സ്വത്ത് മാത്രം മതി. ഭക്തിയുടെ ഒരേയൊരു ഉറവിടം സമ്പത്താകും. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരേയൊരു ബന്ധം ശാരീരികമായ ഇഷ്ടം മാത്രമായി ചുരുങ്ങും. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏക വഴി കള്ളം പറയുന്നതായി മാറും. സ്ത്രീകൾ വെറും ഒരു ഉപഭോഗവസ്തുവാകും. സത്യസന്ധത ഇല്ലായ്മയായിരിക്കും എല്ലാവരുടെയും ഉപജീവനമാർഗം. പിന്നെ ബലഹീനത മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഒരു കാരണമായി മാറും. ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം തലകീഴായി മറിയുന്നൊരു ലോകം അല്ലേ? ഇനി ഭരണാധികാരികളുടെ കാര്യം നോക്കിയാലോ? കലിയുഗത്തിലെ രാജാക്കന്മാർക്ക് പരുഷമായ സ്വഭാവവും അടങ്ങാത്ത ദേഷ്യവുമായിരിക്കുമത്രേ. കള്ളം പറയുന്നതിലും ദുഷ്ടത പ്രവർത്തിക്കുന്നതിലും അവർക്കൊരു മടിയുമുണ്ടാവില്ല. സ്വന്തം പ്രജകളുടെ സ്വത്തുക്കൾ വരെ അവർ പിടിച്ചെടുക്കും. ഇതിന്റെ നേരെ വിപരീതമല്ലേ ഒരു നല്ല ഭരണം? പ്രജകളെ സംരക്ഷിക്കുന്ന, നീതിയും ധർമ്മവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? പക്ഷേ കലിയുഗത്തിൽ അതല്ല സംഭവിക്കുക. ഇനി വരാൻ പോകുന്ന കാര്യം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഈ അധപ്പതനത്തിന്റെ യുഗത്തിൽ മനുഷ്യന്റെ ശരാശരി ആയുസ് എത്രയായിരിക്കുമെന്നറിയോ? വെറും 23 വയസ്സ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കനത്ത ഭാരം താങ്ങാനാവാതെ ജനങ്ങൾ താഴ്വരകളിൽ അഭയം തേടും. മരങ്ങളുടെ തൊലിയായിരിക്കും അവരുടെ ഏക വസ്ത്രം. ഇത് വെറുമൊരു വാചകമല്ല. ദുഷിച്ച ഭരണാധികാരികൾ കാരണം ജനങ്ങൾ എത്രത്തോളം ദുരിതത്തിലാകുമെന്നതിന്റെ ഒരു നേർചിത്രമാണിത്. നികുതി ഭാരം സഹിക്കാൻ പറ്റാതെ അവർക്ക് കാടുകളിലും താഴ്വരകളിലും അഭയം തേടേണ്ടി വരുന്നു. വസ്ത്രമായിട്ട് മരത്തിന്റെ തൊലി മാത്രം. അത്രയും ദയനീയമായ ഒരവസ്ഥ. അപ്പോ മനുഷ്യരാശി ഇങ്ങനെ ഉന്മൂലനത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ എല്ലാം അവസാനിക്കുകയാണോ? അതോ എന്തെങ്കിലും ഒരു പ്രവചനം ബാക്കിയുണ്ടോ? ഇനി എന്ത് സംഭവിക്കും? ഇതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഈ തകർച്ചയിൽ നിന്ന് ഒരു രക്ഷപ്പെടലുണ്ടോ? ഉണ്ട്. ഈ എല്ലാ അധപതനത്തിനും ഒരവസാനമുണ്ട്. അവിടെയാണ് ഈ പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വരുന്നത്. ആ രക്ഷകന്റെ പേരാണ് കൽക്കി. ഒരു യുഗത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ചുമലിലേറ്റിയാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ ആരാണീ കൽക്കി? മഹാവിഷ്ണുവിന്റെ 10ാമത്തെയും അവസാനത്തെയും അവതാരമാണ് കൽക്കി. എന്തിനാണ് വരുന്നത്? കലിയുഗത്തിന്റെ അവസാനം. ഈ ലോകത്തിലെ എല്ലാ ദുഷ്ടതയും ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രം. കൽക്കിയുടെ ജനനത്തെക്കുറിച്ച് വിഷ്ണുപുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. കേട്ടോളൂ. സ്വയംഭൂവായ ബ്രഹ്മാവിന്റെ ഒരു ദൈവീകാംശം ഭൂമിയിലേക്ക് വരും. ശമ്പല എന്ന ഗ്രാമത്തിലെ വിഷ്ണുയശസ് എന്നു പേരുള്ള ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണന്റെ മകനായിട്ടായിരിക്കും ജനനം. അതും വെറുമൊരു ജനനമല്ല, 8 അമാനുഷിക സിദ്ധികളോടു കൂടിയായിരിക്കും ആ അവതാരം. ശരി, അപ്പോൾ കൽക്കി ജനിച്ചു. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ദൗത്യം? എന്ത് ചെയ്യാനാണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹത്തിന്റെ ദൗത്യം വളരെ വ്യക്തമാണ്. 4 ഘട്ടങ്ങളായിട്ട് നമുക്കതിനെ കാണാം. ഒന്നാമത്, അദ്ദേഹം ഭൂമിയിൽ അവതരിക്കും. രണ്ടാമത്, അധർമ്മത്തിൽ മാത്രം മനസ്സുവെച്ച് നടക്കുന്ന എല്ലാവരെയും, അത് മ്ലേച്ഛന്മാരായാലും കള്ളന്മാരായാലും ശരി, അവരെയെല്ലാം അദ്ദേഹം നശിപ്പിക്കും. മൂന്നാമതായി, ഭൂമിയിൽ വീണ്ടും ധർമ്മം പുനഃസ്ഥാപിക്കും. നാലാമത്, ആ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ജീവിക്കുന്നവരുടെ എല്ലാ മനസ്സിനെ ഉണർത്തും, അവരെ ശുദ്ധീകരിക്കും. അതായത് അദ്ദേഹം ഇന്നത്തെ അധോപതിച്ച യുഗത്തെ ശുദ്ധീകരിക്കുന്നവനും ശുദ്ധിയും നന്മയും പുനഃസ്ഥാപിക്കുന്നവനുമാണ്. എന്നുവെച്ചാൽ കൽക്കിക്ക് 2 റോളുണ്ട്. 1, തിന്മയെ ഇല്ലാതാക്കുക. 2, നന്മയുടെയും ശുദ്ധിയുടെയും ഒരു പുതിയ ലോകം പുനർനിർമ്മിക്കുക. നാശവും സൃഷ്ടിയും ഒരുപോലെ നിർവഹിക്കുന്നവൻ. കൽക്കിയുടെ രൂപം എങ്ങനെയായിരിക്കുമെന്നറിയാമോ?
വെളുത്ത കുതിരപ്പുറത്ത് വരുന്ന കയ്യിൽ വാളന്തിയ ഒരു വെളുത്ത മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ വർണ്ണിക്കുന്നത്. ആ രൂപം തന്നെ ഒരു പ്രതീകമാണ്, തിന്മയെ വേരോട് പിഴുതെറിയാനുള്ള ശക്തിയുടെ പ്രതീകം. അദ്ദേഹത്തിന്റെ വരവ് വെറും ശാരീരികമായ ഒരു മാറ്റം മാത്രമല്ല കൊണ്ടുവരുന്നത്, അതിനേക്കാൾ ഉപരി ഒരു ആത്മീയമായ ഉണർവാണ്. ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാ മനസ്സുകൾ ഉണർത്തപ്പെടും, അവ സ്ഫടികം പോലെ നിർമ്മലമാക്കപ്പെടും, ഒരു മാലിന്യവുമില്ലാത്ത തെളിഞ്ഞ മനസ്സുകൾ. അപ്പോൾ ഈ യുഗങ്ങളുടെ ചക്രം എങ്ങനെയാണ് പൂർത്തിയാവുന്നതെന്ന് നോക്കാം. ആദ്യം കലിയുഗം അതിന്റെ അധപതനത്തിന്റെ പാരമ്യത്തിലെത്തുന്നു, മനുഷ്യരാശി നാശത്തിന്റെ വക്കിലെത്തുന്നു. അപ്പോൾ കൽക്കി അവതരിക്കുന്നു, അധർമ്മത്തെ നശിപ്പിച്ച് നീതി പുനഃസ്ഥാപിക്കുന്നു. അദ്ദേഹത്തിന്റെ വരവോടെ മാനസികമായി ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, അവർ ഒരു പുതിയ തലമുറയുടെ വിത്തുകളായി മാറും. അവരിൽ നിന്ന് ശുദ്ധിയുടെ യുഗമായ കൃതയുഗത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു പുതിയ വംശം തന്നെ ഉണ്ടാകും. അങ്ങനെ ഒന്നിന്റെ അവസാനം മറ്റൊന്നിന്റെ തുടക്കമായി മാറുന്നു, ആ ചക്രം പൂർത്തിയാകുന്നു. അപ്പോൾ ഈ പുരാതന പ്രവചനം നമ്മളോടെന്താണ് പറയുന്നത്? ഓരോ തകർച്ചയുടെ ചക്രത്തിനു ശേഷവും ഒരു നവീകരണം വരുന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷയെക്കുറിച്ച് നമ്മളോട് എന്താണ് പറഞ്ഞു തരുന്നത്? ഏറ്റവും മോശം അവസ്ഥയിലും ഒരു നല്ല നാളേക്കു വേണ്ടിയുള്ള ഒരു വിത്ത് എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നല്ലേ? ചിന്തിച്ചു നോക്കൂ.